ഓം നമഃശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂൺ മാസം 12-ാം തീയതി ബുധനാഴ്ച ദിവസം 1199 ഇടവമാസം 29-ാം തീയതി ഇന്ത്യൻ തീയതി ശ്രേഷ്ഠമാസം 22-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:08 അസ്തമയം വൈകുന്നേരം 6:33 നാളത്തെ തിഥി ഷഷ്ഠി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച രാത്രി 11:39 മകം നക്ഷത്രം അവസാനിക്കുന്ന സമയം ബുധനാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള 2:12 എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച 2:12 AM എന്ന് പറയുന്ന സമയത്താണ്. വ്യാഴം 2:12 AM എന്ന സമയത്താണ് ഈ മകം നക്ഷത്രം അവസാനിക്കുന്നത്. മകം നക്ഷത്രം എന്ന് പറയുന്നത് ചിങ്ങൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രമാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ് മകം നക്ഷത്രം. ഈ നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ്. നക്ഷത്രത്തിൻ്റെ ദേവത വിഷ്ണുവാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ മൃഗം എലിയാണ്, ഭൂതം ജലമാണ്, പക്ഷി ചകോരമാണ്, വൃക്ഷം പേരാലാണ്. ഇവരുടെ ജനനം കേതുദശയിലാണ്. മകം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം കേതുദശാകാലം. കേതുദശാകാലത്തു കൂടിയാണ് മകനക്ഷത്ര ജാതകർ അവരുടെ ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ, ആശ്രയിക്കുന്നവർ തീർച്ചയായിട്ടും കേതു ദശാകാലം കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു. മകം നക്ഷത്ര ജാതകരെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് ബുദ്ധിശക്തിയും വിനയമുള്ളവരാണെന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ വിനയത്തോടുകൂടി പെരുമാറുന്നവരാണ്, അഹങ്കാരമില്ലാതെ പെരുമാറുന്നവരാണ് മകം നക്ഷത്ര ജാതകർ എന്നാണ് പറയുന്നത്. സ്വന്തം പരിശ്രമം കൊണ്ട് ഉന്നതമായ നിലയിൽ എത്തിച്ചേരുവാൻ അവർ ആവോളം ശ്രമിക്കും. ഉന്നതമായ വ്യക്തികളുമായി അവർ ബന്ധം പുലർത്തും. അപ്പോൾ അങ്ങനെ അവർക്ക് പലവിധമായ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. അവസരങ്ങൾ കണ്ടെത്തി അത് വിനിയോഗിച്ച് അതിൽ കൂടി ജീവിത വിജയം കണ്ടെത്താനുള്ള കഴിവ് മകനക്ഷത്ര ജാതകർക്കുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. ചിലർക്ക് തെറ്റായ ചില ചിന്താഗതികളും തെറ്റായ ജീവിത രീതികളും ഉണ്ടാകും എന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട്. മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വളരെ ഗുണാനുഭവങ്ങൾ ഉള്ളവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് ഗുണകരമായ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ, നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്നവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. കലാബോധമുള്ളവരുണ്ട്, സൗന്ദര്യം വർദ്ധിച്ചവരുള്ളവരുണ്ട്, അതുപോലെ തന്നെ നല്ല വ്യക്തിത്വമുള്ളവരുണ്ട്. അങ്ങനെ വിവിധമായ മേഖലകളിൽ കുടുംബ സൗഖ്യം ഉൾപ്പെടെയുള്ള സുഖാനുഭവങ്ങൾ ഉള്ളവരാണ് മകം നക്ഷത്ര ജാതകർ എന്നും പറയുന്നു. എന്നാൽ ചിലർക്കൊക്കെ മാരകമായ രോഗങ്ങളും പിടിപെടാം എന്നുള്ള കാര്യവും ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട്. അതൊക്കെ ജനിക്കുന്ന സമയത്തെ ഗ്രഹനില പ്രകാരമുള്ള അനുഭവങ്ങളാണ്, പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ജ്യോതിഷം പറയുന്നത്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ പറയുന്നത് അവരുടെ ജനിച്ച സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി മൂലമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. മകം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം കേതു ദശാകാലമാണ്. കേതു ദശാകാലം 7 വർഷമാണ്. 7 വർഷം എല്ലാവർക്കും കിട്ടണമെന്നില്ല, കിട്ടുന്നവരുമുണ്ട്. കാരണം ഒരു നക്ഷത്രം ആരംഭിക്കുന്ന സമയത്ത് തന്നെയാണ് ജനനമെങ്കിൽ തീർച്ചയായിട്ടും ആ 7 വർഷം കിട്ടിയിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ ഉദാഹരണത്തിനായി എല്ലാ മാസവും പറയുന്നത് പോലെ ഈ മാസവും നമുക്ക് പറയാം. ഉദാഹരണത്തിന് വേണ്ടി 5 മാസം കേതു ദശയിൽ മകം നക്ഷത്രത്തിൽ ജനിച്ചൊരു കുട്ടിക്ക് കേതു ദശയിൽ 5 വർഷം ദശാകാല ശിഷ്ടമായിട്ട്, അതായത് 5 വയസ്സ് വരെ കേതു ദശാകാലം ഉണ്ടെന്നിരിക്കട്ടെ. അതിനുശേഷം ശുക്രദശാകാലമാണ്. ഈ ശുക്രദശാകാലം മകനക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം നേട്ടമുള്ള ഒരു സമയമല്ല. അവർക്ക് ആ പ്രായമെന്ന് പറഞ്ഞാൽ 5 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 20 വർഷം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ കൂടി മുന്നേറേണ്ട ഒരു സമയമാണ്. അപ്പോൾ 25 വയസ്സിനുള്ളിൽ അവർ ഒരു തൊഴിൽ സമ്പാദിക്കുവാനുള്ള യോഗ്യത നേടണം. വിദ്യാഭ്യാസത്തിൽ കൂടി അതിനുള്ള യോഗ്യത നേടേണ്ട സമയമാണ്. എന്നാൽ ശുക്രൻ മകനക്ഷത്ര ജാതകർക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കാറില്ല. വളരെ ചുരുക്കം പേർക്കൊക്കെയാണ് അങ്ങനെ വന്നു ചേരുക.
പക്ഷെങ്കിൽ അവരുടെ ജനിച്ച സമയത്ത് 2-ാം ഭാവാധിപനും 5-ാം ഭാവാധിപനുമായിട്ടുള്ള ഗ്രഹം അനുകൂലമായ സ്ഥിതിയിലാണെങ്കിൽ മകനക്ഷത്ര ജാതകർ വിദ്യാഭ്യാസം കൊണ്ട് ഉന്നതമായ നിലയിൽ എത്തിച്ചേരും. അപ്പോൾ അങ്ങനെയാണ് അത് കണ്ടുവരാറുള്ളത്. അപ്പോൾ അങ്ങനെ 25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സൂര്യദശാകാലമാണ്. 6 വർഷമുണ്ട്, 31 വയസ്സാകും. അപ്പോൾ ഈ സമയത്ത് മകനക്ഷത്ര ജാതകർക്ക് ജോലിയൊക്കെ ലഭിക്കുന്നൊരു സമയമാണ് ഈ സൂര്യദശാകാലം. അവർക്ക് സൂര്യദശാകാലം അനുകൂലമാണ്. അവരുടെ കൂറിൻ്റെ അധിപനാണ് സൂര്യൻ. ചിങ്ങക്കൂറിൻ്റെ അധിപനായ സൂര്യൻ മകനക്ഷത്ര ജാതകർക്ക്, ജ്യോതിഷത്തിൽ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം തൊഴിലിൻ്റെ ദാതാവാണ്, തൊഴിൽ കൊടുക്കുന്നൊരു ഗ്രഹമാണ്. അപ്പോൾ മകനക്ഷത്ര ജാതകർക്ക് ഈ സമയത്ത് ജോലി കൊടുക്കും, സൂര്യൻ ജോലി കൊടുക്കും. അങ്ങനെ 31 വയസ്സിനുള്ളിൽ മകനക്ഷത്ര ജാതകർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള തൊഴിൽ, അവർ ജനിച്ച സമയത്ത് തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ ഏതു സാഹചര്യത്തിലാണോ നിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ട തൊഴിലായിരിക്കും അവർക്ക് ലഭിക്കുക. എപ്പോഴും ഓർക്കണം, പലരും മക്കളെ പല കാര്യങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് വിടുന്നുണ്ട്. പക്ഷെങ്കിൽ ആ മേഖലകളിലൊന്നും അവർ ശോഭിക്കണമെന്നില്ല. പഠിത്തമൊക്കെ കഴിഞ്ഞ് അവരവരുടേതായ രീതിയിൽ അവർക്ക് ജനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അവരുടെ ജന്മരാശിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലേക്കാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ അത് മാതാപിതാക്കൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഒരുപാട് പണം മുടക്കി പഠിപ്പിക്കുന്നവരൊക്കെ പലപ്പോഴും പരാജയപ്പെട്ടു പോകാറുണ്ട്. അവർ ഉദ്ദേശിക്കുന്ന വഴി കൂടി മകൻ പോകുന്നില്ല, അല്ലെങ്കിൽ മകൾ പോകുന്നില്ല. അവർക്കിഷ്ടപ്പെട്ടതായ ഒരു മേഖല തിരഞ്ഞെടുക്കുന്നു. ബിടെക് പഠിച്ച് പാസ്സായ ഒരു വിദ്യാർത്ഥി ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് തിരിഞ്ഞു പോകുന്നു. എന്താണ് കാരണം? എന്നോട് പലപ്പോഴും ആൾക്കാർ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ ഗ്രഹനില എടുത്ത് പരിശോധിക്കുമ്പോൾ അവർക്ക് കലാപരമായിട്ടുള്ള മേഖലകളിലാണ് അവർക്ക് ശോഭിക്കാനുള്ള കഴിവ്. ആ ഒരു സമയമാവുമ്പോൾ അവർ ആ മേഖലയിലേക്ക് തിരിഞ്ഞു പോകും. അവരുടെ മനസ്സിൽ ആ ഒരു പ്രേരണയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ അവർ പഠിച്ചത് ഇട്ടിട്ട് മറ്റൊരു മേഖലയിലേക്ക് അവർ പോകും. അപ്പോൾ അതേ സമയത്ത് മാതാപിതാക്കൾ അതിനെ കണ്ടെത്തി ആ മേഖലയിൽ തന്നെ അവർക്ക് പൂർണ്ണമായിട്ടുള്ളൊരു പിന്തുണ കൊടുക്കുകയാണെങ്കിൽ അവർ ആ മേഖലകളിൽ വളരെ ശോഭിക്കും. അല്ലാത്ത പക്ഷം ഇവർക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ മുൻപരിചയ അല്ലെങ്കിൽ അതിനകത്തൊരു പ്രവൃത്തി പരിചയ കുറവ് കൊണ്ട് ശോഭിക്കുവാൻ കുറേ താമസം വന്നു ചേരും, എങ്കിലും അവർ ശോഭിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഈ ശുക്രദശാകാലം കഴിഞ്ഞാൽ പിന്നെ സൂര്യദശാകാലമാണ്. സൂര്യദശാകാലത്ത് മകനക്ഷത്ര ജാതകർക്ക് തൊഴിൽ ലഭിച്ചിരിക്കും. ഇപ്പോൾ 31 വയസ്സായി. പിന്നെ 10 വർഷം ചന്ദ്രദശാകാലം, അവരുടെ വിവാഹ ജീവിതം ഒക്കെ കഴിഞ്ഞുള്ള കാലമാണ്. അപ്പോൾ 31, 10, 41 വയസ്സായി. 41 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 7 വർഷം അവർക്ക് കുജദശാകാലമാണ്. 41, 7, 48, പിന്നെ 18 വർഷം രാഹുദശാകാലം. 66 വയസ്സായി. 66 വയസ്സ് ഈ രാഹുദശാകാലം ഈ മകനക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം നേട്ടമുള്ള സമയമാണ്. രാഹു, കേതു അതൊക്കെ ജനിക്കുന്ന സമയത്ത് രാഹുവും കേതു മനുഷ്യസ്ഥാന സ്ഥിതിയാണെങ്കിൽ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യണം. എങ്കിൽ ഈ മകനക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഈ 48 മുതൽ, അതായത് 31 വയസ്സിനുള്ളിൽ അവർക്ക് ജോലി ലഭിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 41 വയസ്സ് വരെ ചന്ദ്രദശാകാലമാണ്. 41 കഴിഞ്ഞാൽ 7 വർഷം കുജദശാകാലമാണ്. 48 മുതൽ 18 വർഷം, 48, 8, 56, 10, 66 വയസ്സ് വരെയുള്ള സമയം ഇവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ആ സമയം പല കാര്യങ്ങളിലും തടസ്സമുണ്ടായിരിക്കാൻ വേണ്ടി രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ 66 കഴിഞ്ഞാൽ പിന്നെ 16 വർഷം വ്യാഴദശാകാലമാണ്. 66, 6, 72, 10, 82. 82 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 19 വർഷം ശനിദശാകാലം. 82, 9, 91, 10, 101 കഴിഞ്ഞാൽ പിന്നെ 17 വർഷം ബുധദശാകാലം. അങ്ങനെ 118 കൊണ്ട് കാര്യം തീരും. ഇങ്ങനെയാണ് ക്രമീകരണം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രിയപ്പെട്ടവർ ആ ദശാകാലമൊക്കെ കൃത്യമായിട്ട് നോക്കി, ഗ്രഹനിലയുള്ളവർ ജനനശിഷ്ട ദശാകാലം അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അതുപ്രകാരം നോക്കി മനസ്സിലാക്കുക. ജനനശിഷ്ട ദശാകാലവുമായി ജീവിതം പൊരുത്തപ്പെട്ടു പോകുന്നില്ലെങ്കിൽ ആ ഗ്രഹനില തെറ്റാണ്. ജനനശിഷ്ട ദശാകാലം കണക്ക് കൂട്ടിയതിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്നും മനസ്സിലാക്കുക. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസം. മകനക്ഷത്ര ദിവസമാണ്. ആർക്കൊക്കെയാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. നാളത്തെ നക്ഷത്ര ദിവസം മകനക്ഷത്ര പ്രകാരം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള തൃക്കേട്ട മൂലം
മകേരം, പുണർദം, അശ്വതി, ഭരണി, ആയില്യം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൃക്കേട്ട, മൂലം, മകേരം, പുണർദം, അശ്വതി, ഭരണി, ആയില്യം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് ജ്യോതിഷം പറയുന്നു. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുള്ളത് ഉത്രാടം, പൂയം, തിരുവാതിര, രോഹിണി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നും ജ്യോതിഷം പറയുന്നു. അതുകൊണ്ട് ആ നാളുകാരും പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാനിടയുണ്ട്. ചതിയിലാകപ്പെടാതെ അല്ലെങ്കിൽ നഷ്ടത്തിൽ, കലഹത്തിൽ, മനോദുഃഖത്തിലൊക്കെ അകപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വരാനിടയുള്ളൊരു ദിവസമാണെന്നുള്ള ബോധ്യത്തോടു കൂടി നാളത്തെ ദിവസം എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുക. അതിനുവേണ്ടിയാണ് ജ്യോതിഷം ഇത് ഓർപ്പിക്കുന്നത്. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നും ജ്യോതിഷം പറയുന്നു. ഇനിയും നാളെ ബുധനാഴ്ച ദിവസമാണ്, ശുഭദിനമാണ്. ശുഭദിനത്തിലെ പ്രധാനപ്പെട്ടതായ ശുഭസമയം എടുത്തു പറഞ്ഞു തരുന്നു. ബുധനാഴ്ച ദിവസം രാവിലെ 6:08 മുതൽ 10:38 വരെ ശുഭസമയമാണ്. പിന്നീട് ഉച്ച കഴിഞ്ഞ് 1:38 മുതൽ 4:38 വരെയും ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 12 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 3 വരും. ഏതൊരു മാസത്തെയും 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റസംഖ്യ ആയി വരുന്നത് 3 അവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. നിരാശപ്പെടാതെ നിറങ്ങളെ ആശ്രയിക്കുക. നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അപ്പോൾ നിറങ്ങൾ ഈ സംഖ്യ വരുന്നവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുക. അവർക്ക് നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരും. നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ 3 ജന്മസംഖ്യയായി വരുന്നവർക്ക്, അതായത് ഏതൊരു മാസത്തെയും 3, 12, 21, 30 എന്നീ തീയതിയിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. മാത്രമല്ല, പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ CGLS എന്നീ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെച്ചപ്പെട്ട ഫലങ്ങൾ തന്നെ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുക. ഞാൻ കുറച്ച് ദിവസമായിട്ട് കമൻറ്റുകളൊന്നും നോക്കാറില്ലായിരുന്നു. എനിക്ക് ശാരീരികമായുള്ള ക്ഷീണം കാരണം അതൊന്നും നോക്കാനായിട്ട് ഉള്ള ഒരു മൂഡില്ലായിരുന്നു. വയ്യാഞ്ഞത് കൊണ്ടാണ്. ഇനിയും ഞാൻ കമൻറ്റുകളൊക്കെ നോക്കി പ്രിയപ്പെട്ടവർക്ക് മറുപടി തരും. എങ്കിലും ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥനയോ പൂജയ്ക്കോ ഒന്നും ഒരു തടസ്സമില്ല. അത് എത്ര വയ്യ എങ്കിലും ഞാൻ എല്ലാ ദിവസവും എൻ്റെ പൂജയും പ്രാർത്ഥനയും എല്ലാം കൃത്യമായിട്ട് ചെയ്തു പോകുന്നുണ്ട്. ഞാൻ എന്നും മഹാദേവൻ്റെ സന്നിധിയിൽ മഹാദേവ ഈ ചാനൽ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കണം. ഞാൻ പറയുന്ന വാക്കിന് സത്യം ഉണ്ടായിരിക്കണം, എൻ്റെ പ്രവൃത്തിക്ക് സത്യം ഉണ്ടായിരിക്കണം. മഹാദേവനെ എല്ലാവരെയും അനുഗ്രഹിക്കണം. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല. എങ്കിലും എൻ്റെ ജീവിത ഉപാധികൾക്ക് വേണ്ടി ചെറിയൊരു തുക ഞാൻ വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഞാൻ ആരെയും ദ്രോഹിക്കുന്ന ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ നിത്യവും പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കണം. മനുഷ്യജീവിതമല്ലേ, പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കൂടിയാണ് എല്ലാവരും കടന്നു പോകുന്നത്, ഞെരുക്കങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തികമായ വിഷയങ്ങളിൽ വിശാലത ഇല്ലാതെ ഞെരുക്കങ്ങളിൽ കൂടിയാണ് എല്ലാവരും കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി, രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി, വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി, മക്കളെ വിവാഹം ചെയ്തയക്കാൻ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി, അങ്ങനെ ഈ ചാനൽ കാണുന്ന ഏതൊരു വ്യക്തിയും ഈ പറഞ്ഞ കാര്യങ്ങളിൽ കൂടിയാണ് അവരുടെ ജീവിതത്തിൽ പ്രയാസം നേരിടുന്നതെങ്കിൽ ആ വിഷയങ്ങളിലെല്ലാം മഹാദേവൻ ഇടപെട്ട് അവർക്കൊരു ശാശ്വതമായ പരിഹാരം കൊടുക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് ദിവസവും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മഹാദേവൻ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം എന്നുള്ളത് നാളെക്കുറിച്ചുള്ള ഒരു അറിവാണ്. അതേ മനോഭാവത്തോടുകൂടി അതിനെ കേൾക്കുക. മാറ്റേണ്ടതിനെ മാറ്റുക, ചേർക്കേണ്ടതിനെ ചേർക്കുക. അതാണ് ഞാൻ എല്ലാവർക്കും പറഞ്ഞിരുന്നൊരു കാര്യം. അപ്പോൾ നമ്മുടെ ജീവിതം നല്ല നിലയിൽ പോകാൻ വേണ്ടി ജ്യോതിഷം എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തെ ക്രമീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ശാസ്ത്ര അറിവാണ്. അപ്പോൾ അതുപോലെ തന്നെ സ്വീകരിക്കുക. നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നാളുകാർക്ക് സുഖം, സ്വസ്ഥ, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. നാളത്തെ ദിവസം എല്ലാ സുഖങ്ങളും അനുഭവിക്കാൻ യോഗമുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ധനനേട്ടം, പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ പിന്തുണ ലഭിക്കുമില്ലെങ്കിലും പോലും പിതാവിനെ സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ടാകുന്ന ദിവസമാണ്. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ്. തൊഴിൽഗുണമുണ്ട്.
അതുപോലെ തന്നെ മാതാവിനെ കൊണ്ട് ഗുണകരമായ അനുഭവങ്ങൾ വന്നിരുന്നൊരു ദിവസമാണ്. മാതൃസ്വത്തൊക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പുതിയ വാഹനങ്ങൾ, വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയൊക്കെ വാങ്ങിക്കുവാൻ അനുകൂലമായൊരു ദിവസമാണ്. ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നിരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. ചിലർക്കൊക്കെ കടം, രോഗം, ദുഃഖം, പ്രയാസം എന്നിവ മൂലമുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹധന്മായ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് നാളത്തെ ദിവസം. അവരുടെ മക്കളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നിരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ആരെയും ആകർഷിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദിവസമാണ്. നല്ല മനസ്സും നല്ല ആശയങ്ങളും നല്ല പ്രവർത്തന വിജയമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. നല്ല ആരോഗ്യമുള്ള ദിവസമാണ്. കലാരംഗത്ത് ഉയർച്ച നേടുന്ന ദിവസമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതിലുപരി തൊഴിൽപരമായ നേട്ടവും വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര, പുണർദം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹധന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖം പ്രതീക്ഷിക്കാം. ധനപരമായ നേട്ടവും ഏറെക്കുറെ പ്രതീക്ഷിക്കാം. തൊഴിൽ ഗുണവും ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എങ്കിലും തൊഴിൽ മേഖലയിൽ കാര്യമായ സ്വാധീനം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. പിതാവ് മുഖേനയുള്ള അനുഭവങ്ങൾ നഷ്ടത്തിൽ കലാശിക്കുന്നൊരു ദിവസമാണ്. എന്നാൽ മാതാവ് മുഖേനയുള്ള ധനപരമായ നേട്ടവും മാതാവിനെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളും കുടുംബത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് മക്കളെ കൊണ്ടും ഏറെക്കുറെ ഗുണകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബന്ധുമിത്രാദികളുടെ സഹകരണങ്ങളും നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം, കാല്, പൂയം, ആയില്യം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അനുകൂലമായൊരു ദിവസമാണ് നാളത്തെ ദിവസം. നാളത്തെ ദിവസത്തെ പ്രത്യേകത നല്ല ദാമ്പത്യ ജീവിത വിജയമുണ്ടാകുന്നൊരു ദിവസമാണ്. നല്ല ഭാര്യ, നല്ല ഭർത്താവ് എന്നുള്ളൊരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്നൊരു ദിവസമാണ്. ബുദ്ധിപരമായി കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിത വിജയം നേടുന്നൊരു ദിവസമാണ്. മക്കളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതി തൃപ്തികരമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കുടുംബപരമായ നേട്ടവും ധനനേട്ടവും ഉൾപ്പെടെ കലാകാരന്മാർ ശോഭിക്കുവാനും സാധ്യതയുള്ളൊരു ദിവസമാണ്. കലാപ്രവർത്തനങ്ങളിൽ വിജയിക്കുന്നൊരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹധന്മ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാം. തൊഴിൽ ഗുണവും പ്രതീക്ഷിക്കാം. പിതാവിനെ കൊണ്ട് നല്ല അനുകൂലമായ അനുഭവങ്ങൾ വന്നിരുന്നൊരു ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതി അത്ര പ്രതികൂലമായ സാഹചര്യമല്ല എങ്കിൽ പോലും മാതാവ് മുഖേനയുള്ള നഷ്ടസാധ്യതകൾ നിലനിൽക്കുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ നാളത്തെ ദിവസം പുതിയ വസ്ത്രങ്ങളും പുതിയ ആഭരണങ്ങളും ഒക്കെ വാങ്ങിക്കാൻ സാധിക്കുന്നൊരു ദിവസമാണ്. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ്. വിദ്യ കൊണ്ട് ഗുണകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നിരുന്ന ദിവസമാണ്. പണത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ്. നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിച്ചിരുന്ന ദിവസമാണ്. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ നല്ല പ്രാസംഗികന്മാർ ആകുന്ന ദിവസമാണ്. നല്ല ശാസ്ത്രകാരന്മാർ ആകുന്ന ദിവസമാണ്. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ദാമ്പത്യ ജീവിത വിജയമുണ്ടാകുന്ന ദിവസമാണ്. സൽഗുണ സമ്പന്നനായി പ്രവർത്തിക്കുന്നൊരു ദിവസമാണ്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. നാളെ തൊഴിൽ ഗുണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായി ശോഭിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ് നാളത്തെ ദിവസം. ഈ നാളുകാരായിട്ടുള്ള വ്യാപാരികളൊക്കെ നാളത്തെ ദിവസം വ്യാപാര വിജയം നേടുന്ന ഒരു ദിവസമാണ്. പലരും പ്രശസ്തരാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. എല്ലാ സുഖസൗകര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് പ്രത്യേകത. എങ്കിലും ചിലർക്കൊക്കെ നാളത്തെ ദിവസം പ്രതികൂലമായ സാഹചര്യങ്ങളാൽ അനുഭവപ്പെടാം. അതായത് കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ശത്രുതകളും ഒക്കെ നാളത്തെ ദിവസം വന്നു ചേരാം. എങ്കിലും കൂടുതൽ ആൾക്കാരും നാളത്തെ ദിവസം പ്രശസ്തരാകുന്നൊരു ദിവസമാണ്. കലാകാരന്മാർ ശോഭിക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് വ്യാപാരികളൊക്കെ വിജയിക്കുന്ന ദിവസമാണ്. ജീവിതത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും വന്നു ചേരുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക.
മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി അവർക്ക് അത്ര തൃപ്തികരമല്ല എങ്കിൽ പോലും മാതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തെ കൊടുക്കുന്നു. ഒരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല്, അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. നല്ല ഭാര്യ, നല്ല ഭർത്താവ് എന്നീ നിലകളിൽ ശോഭിക്കുന്നൊരു ദിവസമാണ്. നാളത്തെ ദിവസം വിദ്യ കൊണ്ടുള്ള ഗുണം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. വിദ്യാഭ്യാസം ചെയ്ത് ഉന്നതമായ നിലയിലെത്തിയവർക്ക് അതുകൊണ്ടുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. ബുദ്ധിശക്തി വർദ്ധിക്കുന്നൊരു ദിവസമാണ്. കലാകാരന്മാർ ശോഭിക്കുന്നൊരു ദിവസമാണ്. നാളത്തെ ദിവസം അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായ നേട്ടവും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെങ്കിൽ നാളത്തെ ദിവസം ശത്രുശല്യം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ശത്രുക്കൾ ഇവരുടെ ജീവിതത്തെ തകർത്ത് കളയാൻ ശ്രമിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ദാമ്പത്യ വിജയം ഉണ്ടാകുന്നൊരു ദിവസവുമല്ല എന്നും കൂടി അറിഞ്ഞിരിക്കണം. തൊഴിൽപരമായ നേട്ടവും കാര്യമായി വന്നു ചേരുന്നൊരു ദിവസമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. നാളത്തെ ദിവസം രോഗം, ദുഃഖം, കടം, പ്രയാസം എന്നിവ ജീവിതത്തിൽ വന്നു ചേരാം. ധനം കടം വാങ്ങിക്കേണ്ട ഒരു സാഹചര്യവും ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ നാളത്തെ ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ തിക്താനുഭവമായി ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ന്യായമായ രീതിയിൽ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. തൊഴിൽ ഗുണവും ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. നല്ല ആരോഗ്യം ഉണ്ടാകുന്നൊരു ദിവസമാണ്. സൽപുത്രഭാഗ്യം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ആൺമക്കളെ കൊണ്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായൊരു ദിവസമാണ്. ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സുഖാനുഭവ യോഗങ്ങൾ വർദ്ധിക്കുന്നൊരു ദിവസമാണ്. ദൈവഭക്തി, ഗുരുഭക്തി, ഈശ്വരഭക്തിയൊക്കെ വർദ്ധിച്ചു വരുന്നൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായൊരു ദിവസമല്ല. നാളത്തെ ദിവസം പിതാവിനെ കൊണ്ട് ഗുണകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമല്ല. മാതാവിൻ്റെ സ്ഥിതിയും അവർക്ക് അനുകൂലമല്ല. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പ്രതികൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അതുപോലെ തന്നെ ചിലർക്കൊക്കെ വീട്, വസ്തു, വാഹനം സംബന്ധിച്ചുള്ള നേട്ടം ഉണ്ടായേക്കാം. ചിലർക്ക് അതൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ദാമ്പത്യ ജീവിത പ്രശ്നം. നാളെ ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അത് മുഖേന ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അങ്ങനെ ചിലരെയൊക്കെ സംബന്ധിച്ചോളം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കൂടുതൽ ആൾക്കാരെയും, ഒരു 80% ആൾക്കാരെയും സംബന്ധിച്ച് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് നാളത്തെ ദിവസം തൊഴിൽപരമായി കാര്യമായ നേട്ടമൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി, കലുത്തുട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര തൃപ്തികരമായൊരു ദിവസമല്ല. ധനപരമായ നേട്ടം, കുടുംബത്തിൻ്റെ സ്ഥിതി അത്ര മെച്ചമായൊരു ദിവസമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ തൊഴിൽപരമായി വലിയ ഗുണമുള്ളൊരു ദിവസവുമല്ല നാളത്തെ ദിവസം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. പിതാവിൻ്റെ സ്ഥിതിയും ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. അതുപോലെ തന്നെ ബന്ധുമിത്രാദികളുടെ സഹകരണമൊക്കെ ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണെങ്കിൽ പോലും നാളത്തെ ദിവസം ഇവരെ സംബന്ധിച്ചോളം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം. സൽപ്രവൃത്തികളെക്കാൾ കൂടുതൽ ദുഷ്പ്രവൃത്തികൾ ചെയ്യാനാണ് നാളത്തെ ദിവസം സാധ്യത എന്നാണ് ജ്യോതിഷം പറയുന്നത്. ചിലരൊക്കെ വെറുതെ സഞ്ചാരം ചെയ്ത് അല്ലെങ്കിൽ യാത്ര ചെയ്ത് പണം കളയും, സമയം കളയും. ചിലർക്കൊക്കെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് നാളത്തെ ദിവസത്തിൻ്റെ ദോഷമായിട്ടുള്ള കാര്യം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരും തീർച്ചയായിട്ടും വന്നു ചേരും. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. നന്ദി, നമസ്കാരം. നിർത്തട്ടെ. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.